നമുക്ക് നഷ്ടപ്പെടുന്ന ഭൂസ്വത്തിന്റെ കണക്കെടുക്കുമ്പോ ഇവർക്ക് കൊടുക്കുന്ന കാശ് ഒരു നഷ്ടവും ആവത്തില്ല വിജയലക്ഷ്മി. അപ്പൊ കുഞ്ഞ് കടയ്ക്കൽ ആദ്യം കത്തിവെച്ച പിന്നെ കൊമ്പുകൾ താനെ അങ്ങ് ഉണങ്ങിപ്പോയിക്കോളും. ഒരു മകനെന്ന നിലയിൽ എനിക്ക് അച്ഛനോട് ചില കടപ്പാടുകളില്ലേ, ചില ഉത്തരവാദിത്തങ്ങൾ. അതൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാ ഈ ജീവിതം മടുത്തു ഞാനിങ്ങനെ പറയുന്നത്. ഓ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കാന്ന് വെച്ചല്ലേ. ഇങ്ങനെ സ്വയം നശിച്ച ഇപ്പൊ മൂർത്തിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടോ? ഈ കടക്കണിന്നൊക്കെ മൂർത്തിക്ക് രക്ഷപ്പെടാൻ പറ്റോ? പ്ലീസ് കുറെ സിഗരറ്റ് വലിച്ച് ചാരുവാക്കി മേശ പുറത്തിട്ടതുകൊണ്ടോ കള്ളം കുടിച്ച് ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല മൂർത്തി. ഒന്നും നേടാനും പോകുന്നില്ല. നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. തോൽപ്പിക്കാൻ വരുന്നവരുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലെന്ന് കാണിച്ചു കൊടുക്കണം. മൂർത്തിക്ക് അതിന് കഴിയും. മൂർത്തിക്ക് അതിന് കഴിയൂ. എടാ രാജീവേ, ഞാൻ ഈ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആ ഗോപാലകൃഷ്ണൻ രണ്ടും കൽപ്പിച്ച് നടക്കുക. ചുമ്മാ അയാളെ വാശി കയറ്റി കയ്യിലുള്ളതെല്ലാം ആ കൊച്ചിന്റെ പേരിൽ എഴുതി കൊടുത്താ നമ്മൾ അവസാനം എന്ത് ചെയ്യും? കേസും കൂട്ടോ ആയാ നിനക്ക് അവിടെ നിൽക്കാനും പറ്റില്ല, നിന്റെ ഇപ്പോഴത്തെ ജോലിയും പോവും. അതുകൊണ്ടേ ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കേസിന് പോയാലേ നീ ചെലവിന് കൊടുക്കേണ്ടി വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി, ഇല്ലെങ്കിലേ വരുന്നൊന്ന് അനുഭവിച്ചോ. ഹലോ ഹലോ ഹലോ. അവൻ കട്ടാക്കി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കാര്യങ്ങൾ പറഞ്ഞ അവന്റെ ചെവിയിലേക്ക് കയറത്തില്ല. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളും, അല്ലാതെ ഞാനെന്ത് പറയാനാ. അതെ, അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല വിജയലക്ഷ്മി. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന കേസുമല്ല. ഇത് രാജീവന്റെ തല ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേസാ. അവൾ എന്ന് രാജീവിന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതലുള്ള കഷ്ടപ്പാടാ എന്റെ കൊച്ചിന്. അവന് മാത്രമല്ല നമുക്കും. എന്റെ കൊച്ചി രാജ്യം വിട്ടതിന്റെ പ്രധാന കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ളത് വന്നു. ഇനി അവന്റെ ജീവിതത്തിൽ വന്ന ദുരന്തത്തെ എങ്ങനെ ഒഴിവാക്കണം, അവനെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെയാണ് നമ്മളിപ്പോ ചിന്തിക്കാനുള്ളത്. ഇപ്പൊ ഒരു കൊച്ചു ആയ സ്ഥിതിക്ക് അതിനി അത്ര എളുപ്പമൊന്നുമല്ല. ആര് പറഞ്ഞ് എളുപ്പമല്ലെന്ന്? ബുദ്ധിപൂർവം ചിന്തിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ട് വിജയലക്ഷ്മി. അല്ലെങ്കിൽ പിന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത ഒരു കൊച്ചിന്റെ പേരിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സഹിക്കുന്ന കാര്യമാണോ? അച്ഛന്റെ സ്വത്ത് കൊച്ചിനും തള്ളയ്ക്കും എന്നുള്ളൊരു വിധി വന്നാൽ അമ്മയും അമ്മാവനും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. ചങ്കിക്കൊള്ളണ വർത്താനം പറയല്ലേ കൃഷ്ണൻ കുടിച്ചേട്ടാ. എന്നാ ചങ്കിത്തറയ്ക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞാലോ? അതെന്താ? കേൾക്കുമ്പോ ആദ്യം ഒരു വിഷമോ ഞെട്ടലോ ഒക്കെ ഉണ്ടാവുമെങ്കിലും ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ ഇതൊരു നല്ല ചിന്തയായിരുന്നുവെന്ന് പിന്നീട് തോന്നാം. ചിന്ത എന്താണെന്ന് വെച്ചോന്ന് പറ. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഈ കേസിൽ രാജീവന്റെ തീരുമാനം എന്താ, ഏത് രീതിയിലാ അവൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയണം. അവനിപ്പൊ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാ താല്പര്യം. അതായത് ഇപ്പൊ ആരുടെ കൂടെയാണോ കഴിയുന്നത് ആ പെണ്ണിനെ വിവാഹം ചെയ്ത് ആ പെണ്ണിന്റെ കൂടെ കഴിയണമെന്നാ. അവൻ ഇവിടേക്ക് വരാൻ തന്നെ യാതൊരു താല്പര്യവും ഇല്ല. അവളെ വിവാഹം കഴിച്ച് അവൻ അവിടെ സെറ്റിൽ ആവണമെങ്കിലേ ഇവളുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണ്ടേ? ഒരു കൊച്ചുകൂടി ആയ സ്ഥിതിക്ക് അതത്ര എളുപ്പമാണെന്ന് നീ വിചാരിക്കരുത്. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരേ ഒരു വഴിയേ ഉള്ളൂ, കോടതിയിൽ കേസ് എത്തരുത്. അതിപ്പോ നമ്മൾ കൊടുത്തില്ലെങ്കിലും അവര് കൊടുക്കില്ലേ? ആളുണ്ടെങ്കിലല്ലേ കേസും കൂട്ടവും ബന്ധം വേർപെടുത്തലും വിസമ്മതവും ഒക്കെ കാണും. ആളില്ലാതായാ പിന്നെ ഇതൊന്നും കാണത്തില്ല. കൃഷ്ണൻ കുടിച്ചേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഒരു ചെറിയ കൊലപാതകം. കൊല്ലാനോ? നമ്മൾ ചെയ്യണ്ട. ഒരു പൂവ് നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ സംഗതി ചെയ്യാൻ ഈ നാട്ടില് നല്ല പണിക്കാരുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ
ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും. നമുക്ക് നഷ്ടപ്പെടുന്ന ഭൂസ്വത്തിന്റെ കണക്കെടുക്കുമ്പോ ഇവർക്ക് കൊടുക്കുന്ന കാശ് ഒരു നഷ്ടവും ആവത്തില്ല വിജയലക്ഷ്മി. അപ്പൊ കുഞ്ഞ് കടയ്ക്കൽ ആദ്യം കത്തി വെച്ചാ പിന്നെ കൊമ്പുകൾ താനെ അങ്ങ് ഉണങ്ങി പൊയ്ക്കോളും. എന്താ പിള്ളേ, ഭാമയെ കാണുന്നില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞല്ലോടോ. ഇയാളൊന്ന് വിളിച്ചു നോക്കടോ. വന്നു സാറേ. മോനെ വിഷ്ണുവേ, ഭാമയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല ചാ. ഭാമേ, വാ വാ ഇങ്ങോട്ട്. ഭാമേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, അവരിനെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഇല്ല രാഘവേട്ട, എനിക്കൊരു കുഴപ്പമില്ല. അതെ, സമയം വൈകിക്കുന്നില്ല. ഞാൻ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരാം. ഡാ, പെട്ടെന്ന് നീ വരണേ. നീ വന്നിട്ടേ എനിക്കൂടെ അമ്പലത്തിൽ പാടാ, വഴിപാടുണ്ട്. ആ, ജാമ്യം കിട്ടിയ ആള് വീട്ടിൽ വന്നല്ലോ. അതിനെ ദൈവത്തിനോട് നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയുമ്പോ നന്ദി പറയാൻ മറ്റൊരാളൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് അരുണ്. എത്ര വേഗത്തിലെ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നറിയോ? ആ വക്കീലിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാ. എന്നെ ഒന്ന് സഹായിക്കുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തി ഈ കേസ് ഏറ്റെടുത്ത സത്യാമ്മയെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരുമെന്ന്. ആ ഒരു ഉറപ്പില്ല ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അച്ചൂടാ, ഇതാരാ? ഏ, ചക്കരക്കുട്ടി, എന്തു ചെയ്തു ഇതുവരെ? എന്തൊരു ചക്കര. പൊന്നി, കുറച്ച് വെള്ളം വേണം. ശരി. ആ, എന്നാ പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് വരാം. ഡാ, നേരെ പോന്നേക്കണേ. അത്രേ ഉള്ള ചാ. ശരി. ഇങ്ങതാ മോളൂനെ, എനിക്ക് ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. ഓ, ഒരു പ്രാവശ്യം ഇതിനെടുത്തപ്പോഴാ ജയിലിൽ പോയിട്ട് വന്നത്. ഇനിയൊരു പരീക്ഷണത്തിന് നിൽക്കണോ?